ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ 2 എടുത്തിട്ടുണ്ട്, മല്ലിച്ചപ്പ്, കറിവേപ്പില, കടലപ്പരിപ്പ്, ഉഴുന്ന്, പച്ചമുളക്, വെളുത്തുള്ളി, സവാള ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നെയ്യ് എടുത്തിട്ടുണ്ട്, കായപ്പൊടി എടുത്തിട്ടുണ്ട്, ചോറ്, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയല്ല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഗൈസ്, അടുത്ത വീട്ടിൽ അലക്കുന്ന മ്യൂസിക് ഉണ്ട്, ആരും അത് കേട്ടിതാവണ്ട. അവർക്ക് അലക്കണമല്ലോ, ഞാൻ വീഡിയോ പിടിക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അടുത്തത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് അപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടുമ്പോൾ നമുക്ക് കടലപ്പരിപ്പ്, ഉഴുന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് പൊട്ടിയില്ല. കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. നെയ്യ് ഉരുകിയോ എന്നറിയില്ല. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയാണ് പരിപാടി. ഉരുകിയിട്ടില്ല ശരിക്കും നെയ്യ്, അതാണ് വരാത്ത. സ്പൂണിനെ കൊണ്ടെടുത്താലോ? ചെറിയ സ്പൂൺ എടുക്കട്ടെ ഗൈസ്. സ്പൂണിൽ പോകുന്നില്ല. അപ്പോൾ അത്രയും മതി, കുറച്ച് മതി. നെയ്യിൻ്റെ ഒരു രുചിക്ക് വേണ്ടിയിട്ടാണ്, അധികമൊന്നും എടുക്കുന്നില്ല, കുറച്ച്. ഓക്കെ, അപ്പോൾ കടുക് കൂട്ടുന്നുണ്ട്. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് നമ്മളെ കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പും അതും കൂടി ഇട്ട്, ഉണക്കമുളക് ഇട്ട് കൊടുത്ത്, പിന്നെ നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് പൊട്ടി നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ചേർക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ. കറിവേപ്പില ഇട്ടു. മല്ലിച്ചപ്പ് ലാസ്റ്റേ നമുക്ക് വേണ്ടി ഇട്ടുകൂടണ്ട. ചുവന്നമുളക്, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ഉള്ളി നല്ല അടിപൊളിയായിട്ട് വഴന്ന് കളറിങ്ങനെ മാറി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പം നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചോറിന് ഉപ്പൊന്നും ഇട്ടില്ല, ചോറിന് ഉപ്പൊന്നും ഇടാണ്ട് തന്നെയാണ് ചോറെല്ലാം ആക്കിയത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഉപ്പ് ഒരുപാടായി കഴിഞ്ഞാലും മോശമല്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഇളക്കട്ടെ. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി വേഗമായിക്കോളും.
അപ്പോൾ ഉള്ളി ഇതാ വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ടിന് കൊണ്ട് ആവശ്യത്തിനുള്ള എരിവാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് എരിവാക്കുന്നില്ല, ആവശ്യത്തിന് മാത്രം. അപ്പോൾ ഇനി കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടിയായാൽ നമ്മളെ പൊടികളെല്ലാം ഇട്ടു. ഇപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മസാലപ്പൊടി, ഒരു ലേശം, ഒരുപാട് കുറച്ച് മാത്രം. അപ്പം എല്ലാം കൂടി ഞാനൊന്ന് ഇളക്കട്ടെ. പൊടികളുടെ പച്ചമണമെല്ലാം മാറി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മളിവിടെ അരിഞ്ഞ് വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ടു. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല വെന്ത് വരാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ തക്കാളി ഒന്ന് പൊടിച്ച് വരാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ തക്കാളിയിൽ നിന്ന് വെന്ത് വരട്ടെ. ആ സമയം വരെ നമുക്ക് അടച്ച് വെക്കാം. തക്കാളിക്ക് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് തക്കാളി എല്ലാം കൂടി ഒന്ന് ഇളക്കി വെക്കാം. നല്ല കണ്ടീഷനായിട്ട് തക്കാളി വെന്തിനില്ല, കുറച്ചുകൂടി വേവാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഈ വെള്ളവും വറ്റിയില്ല. വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല മണമ്പും തോന്നുന്നുണ്ട് ഇപ്പോൾ, സൂപ്പറായിട്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് അയക്കിട്ടെ. വെള്ളമെല്ലാം ഒന്ന് വറ്റി നല്ല കണ്ടീഷനായിട്ട് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് ഉപ്പെല്ലാം ഉണ്ടോ നോക്കാം. ഇനി ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പൊന്നും ഇടണ്ട. നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് വരും. പടി അടച്ചു വെക്കാം. അപ്പം നോക്കട്ടെ. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളമുണ്ട്. അതും കൂടി ഒന്ന് വെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ക്ലിയറായി. അപ്പോൾ നമുക്ക് നമ്മളെ ചോറ് അതിലേക്ക് ഇട്ടിടാം. ആ സമയം നമ്മളെ കായ ഇടട്ടെ. കായ ഇട്ടില്ല. അപ്പം ഞാൻ കായ ഇടുന്നു. കുറച്ച് കായ ഇട്ടിട്ടുണ്ട്. പണ്ണിയെല്ലാം തെളിഞ്ഞ് വന്ന് വെള്ളമെല്ലാം വറ്റി നല്ല കണ്ടീഷനായി. അപ്പം ഞാൻ ചോറ് ഇതിലേക്ക് ഇടുന്നുണ്ട്. എടുത്ത് വെച്ച ചോറ് ഇടുന്നുണ്ട്. അപ്പം ചോറ് ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ തക്കാളി ചോറ് ടൊമാറ്റോ ചോറാക്കാൻ വേണ്ടി എടുത്തത് റേഷൻ കടയിലെ അരിയാണ്. ബസുമതി റൈസൊന്നുമല്ല ഞാൻ എടുത്തത്, സാധാരണയുള്ള നമ്മളെ ചോറാണ്. അതാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്. അപ്പം എല്ലാം ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ട് കാണിച്ചു തരാം. ഇതാ എല്ലാം ഇളക്കി യോജിപ്പിച്ചു. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടുന്നുണ്ട്. വീണ്ടും വന്നിട്ട് നമുക്കൊന്ന് ഇളക്കി വെക്കാം. എന്നിട്ട്
പ്ലേറ്റിലേക്ക് വിളമ്പാം നമുക്ക്. നല്ല മണം, നമ്മളെ ടൊമാറ്റോ റൈസിൻ്റെ മണം, അടിപൊളി മണമാണ്. അപ്പോൾ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിതന്നെ കഴിക്കാം. പിന്നെ വേണ്ട കൂട്ടർക്ക് പപ്പടം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടും കഴിക്കാം. സാലഡ് ഇതെല്ലാം എടുത്തിട്ട് ഞാൻ പിന്നെ അതൊന്നും എടുക്കുന്നില്ല, ഇത് മാത്രം വെച്ചിട്ടാണ് എൻ്റെ ഇന്നത്തെ ഭക്ഷണം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഞാൻ പ്ലേറ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ടൊമാറ്റോ റൈസ് അടിപൊളി. അപ്പോൾ ഇതാ ഗൈസ്, എൻ്റെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളിയാണ്. എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് വിളമ്പി എടുത്തിട്ടുണ്ട്, അതാണിത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ടൊമാറ്റോ റൈസിൻ്റെ വീഡിയോ ഇതാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്, വീണ്ടും കാണാം.